ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബൈബിളിൽ ഇങ്ങനൊരു വാക്യം നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ എന്ന് വചനം വായിക്കുന്നു. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ വിശ്വസ്തനായി അവനെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നാം ജീവിതത്തിൽ അവിശ്വസ്തരായി തീർന്നപ്പോഴും ദൈവം നമ്മെ മറന്നു കളയാത്തത് ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. നമ്മൾ എന്തൊക്കെ അനുസരണക്കേട് കാണിച്ചാലും ദൈവത്തെ മറന്നു കളഞ്ഞാലും ദൈവം നമ്മെ മുറുകെ പിടിക്കുമെന്ന് വചനം ഇതിനാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരാണോ, ദൈവം നമ്മെ തീർച്ചയായും മാനിക്കുവാനായി ഇടയായിത്തീരും. നോഹ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ദൈവം ഇവരെ അസാധാരണമായി മാനിക്കുവാനിടയായി. അവരുടെ തലമുറകളെ ദൈവം അസാധാരണമായി മാനിക്കുവാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ഉപകരണമായി നമ്മെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവിക വിശ്വസ്തത, ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തന്നെ സ്നേഹിച്ചു തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും മാനിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വിശ്വസ്തത അസാധാരണമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.